പ്രിയ വിദ്യാർത്ഥികളെ, 10ാം സ്റ്റാൻഡേർഡിലെ ട്രയൽസ് ആൻഡ് റൈംസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസണായ ഇൻ ദ ആറ്റിക് എന്ന വാഡിസസ് മിൽമാൻ്റെ മെമ്മോയർ വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. വാഡിസസ് സ്പിൽമാൻ. പേര് എഴുതുന്നത് വ്ളാഡിസ്ലാസ് സ്പിൽമാൻ എന്നാണെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് വ്യക്തമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. വാഡിസ്ലാവ് സ്പിൽമാൻ വാസ് എ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ. പോളിഷുകാരനായ മികച്ചൊരു പിയാനിസ്റ്റും നല്ലൊരു സംഗീത രചയിതാവുമാണ് അദ്ദേഹം. ഹിസ് മെമ്മോയർ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് മെമ്മോയറായ ദ പിയാനിസ്റ്റ് 1946 പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ദ ബുക്ക് വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ ഫിലിം ബൈ റോമാൻ പൊളാൻസ്കി ഇൻ 2002. 2002 റോമാൻ പൊളൻസ്കി എന്ന പോളിഷ് സംവിധായകൻ ഇതിനെ ഒരു ചലച്ചിത്രമാക്കി. Spillman composed over 500 works, including piano pieces, songs and film scores. പിയാനോ പീസസ്, സോങ്സ്, അതേപോലെ ഫിലിം സ്കോർസ് തുടങ്ങി 500-ൽ പരം സംഗീതങ്ങൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഐ സ്ലംപ്ഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ലാഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂമാണ്. അപ്പോൾ സ്റ്റോർ റൂമിൻ്റെ വാതിലിനോട് ചേർന്ന് കിടന്നിരുന്ന ചെയറിലേക്ക് ഐ സ്ലംപ്ഡ് എന്ന് പറഞ്ഞാൽ സാറ്റ് ഹെവിലി, അതായത് വളരെ പൊത്തൂന്നങ്ങിരിക്കുക. അപ്പോൾ ഐ സ്ലംപ്ഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ഞാൻ ആ ലാഡർ ഡോറിന് സമീപത്ത് കിടന്നിരുന്ന ചെയറിലേക്ക് പൊത്തൂന്നങ്ങിരുന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ, എനിക്ക് ഇവിടെ നിന്ന് ഒരു അടിപോലും ഇനി മൂവ് ചെയ്യാൻ നീങ്ങാൻ കഴിയില്ല എന്ന് കിതച്ചുകൊണ്ട് പറയുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഞാനവിടെ പൊത്തു എന്നിരുന്നത്. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. അപ്പോൾ ഇത് കേട്ട ഓഫീസർ പറഞ്ഞു, നിന്നെ അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുവാനുള്ള യാതൊരു വിധമായ താല്പര്യവും എനിക്കില്ല. ദെൻ ഹി ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? നീ ജീവിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? നിനക്ക് എന്ത് ജോലിയാണ് അറിയാവുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം എ പിയാനിസ്റ്റ്. ഞാനൊരു പിയാനിസ്റ്റാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഹീ ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അപ്പോൾ അദ്ദേഹം എന്നെ കൂടുതൽ അത്ഭുതത്തോടെ അടുത്തേക്ക് വന്ന് നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദി അതർ റൂം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നോട്ടം തൊട്ടടുത്ത റൂമിലേക്കായി അദ്ദേഹത്തിൻ്റെ നോട്ടം. ആൻ ഐഡിയ സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം. പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു ആശയം ഉള്ളിൽ ഉദിച്ചതുപോലെ തോന്നി. കം വിത്ത് മീ വിൽ യു. ഇത് ആ ആശയം ഉള്ളിൽ ഉദിച്ചതുപോലെ തോന്നിയിട്ട് പെട്ടെന്ന് എന്നെ നോക്കി തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, കം വിത്ത് മീ, എനിക്കൊപ്പം വരാമോ? വിൽ യു, എന്നോടൊപ്പം വരൂ, എനിക്കൊപ്പം വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം. അടുത്ത റൂമിലേക്ക് പോയി. വേറെ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. അവിടെ ആ റൂമിലെ ഭിത്തിക്കരികിലായിട്ട് ഒരു പിയാനോയും ഉണ്ടായിരുന്നു. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദി ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഓഫീസർ എന്നോട് പറഞ്ഞു, പ്ലേ സംതിങ്, നീ എന്തെങ്കിലും ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാൻ അദ്ദേഹത്തെ അതിൻ്റെ ആവശ്യമുണ്ടോ, അത് വേണോ എന്നൊരു പേടിയോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നിന്നു. ആൻഡ് ഡിഡ് നോട്ട് മൂവ്, എന്നിട്ട് അനങ്ങിയതയില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. സിൻസ് ഹി ആഡഡ് റിയഷറിംഗ്ലി. അതിനുശേഷം അദ്ദേഹം വളരെ ഒന്നുകൂടി എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു, ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ലെന്ന്, യു ക്യാൻ. നീ ഇതിനകത്ത് പിയാനോയിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് വായിക്കൂ. ഇഫ് എനിവൻ കംസ്, ആരെങ്കിലും വരികയാണെങ്കിൽ, യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ, നിനക്ക് ആ സ്റ്റോർ റൂമിലേക്ക് ഒളിച്ചിരിക്കാം. ആൻഡ് ഐ വിൽ സീ, അപ്പോൾ ഞാൻ പറയും, ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെൻ്റ് ഔട്ട്. ഞാനാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ പിയാനോ വായിച്ചത് എന്ന് ഞാൻ അവിടെ പറഞ്ഞോളാം ആര് വന്നാലും. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷൂക്ക്. ഞാൻ കീബോർഡിലേക്ക് എൻ്റെ വിരലുകൾ വെച്ചപ്പോൾ ദേ ഷൂക്ക്, ആ വിരലുകളൊക്കെ അവയെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരിക്കും വിറച്ച് ഞാൻ. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. മാത്രവുമല്ല, ഞാൻ 2.5 വർഷത്തോളമായിട്ട് ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നതുമില്ല. മൈ ഫിംഗേഴ്സ് വേ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. എൻ്റെ വിരലുകൾ വഴങ്ങാതെ അങ്ങ് സ്റ്റിഫായി. മാത്രവുമല്ല, ഇവയെല്ലാം എൻ്റെ വിരലുകൾ മുഴുവൻ കവേർഡ് വിത്ത് ഡേർട്ട്, വിരലുകൾ മുഴുവൻ അഴുക്കാണ്. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. മാത്രമല്ല, ഞാൻ എൻ്റെ കൈവിരലുകളിലെ ഈ നഖങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ആഴ്ചകളോളമായി. ഐ പ്ലേഡ് ചോപ്പിൻസ് നോട്ട് ഇൻ സി ഷാർപ്പ് മൈനർ.
അങ്ങനെ ഞാൻ എന്തായാലും അദ്ദേഹം വായിക്കാൻ പറഞ്ഞല്ലേ, പിയാനോയിൽ ഒരു മ്യൂസിക്കായിട്ടുള്ള ചോപ്പിൻസിൻ്റെ നോക്ടേൺ ഇങ്ങനെ പ്ലേ ചെയ്തു. അത് സി ഷാർപ്പ് മൈനല്ല, അല്ലെ കീബോർഡ് ആ കീയിൽ സി ഷാർപ്പ് മൈനൽ കീയിൽ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ചോപ്പിൻസിൻ്റെ നോക്ടേൺ എന്ന മ്യൂസിക് പ്ലേ ചെയ്തു. വെൻ ഐ ഫിനിഷ്ഡ്, ഞാനത് പൂർത്തീകരിച്ചപ്പോൾ ആ ചോപ്പിൻസിൻ്റെ നോക്ടേൺ എന്ന മ്യൂസിക് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് ഏരി. ആ നിശബ്ദത ഗ്ലൂമിയായും, അതായത് വളരെ വിഷാദമായും അതുപോലെ തന്നെ ഏരിയായും വളരെ ഒരു ഭയമുളവാക്കുന്ന രീതിയിലേക്ക് മാറി. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിന് പുറത്ത് താഴെയായിട്ട് ഞാനൊരു വെടിയൊച്ച കേട്ടു. എ ഹാർഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. ഒപ്പം തന്നെ ഒരു വളരെ പരുഷമായ ജർമ്മൻകാരുടേതായ ഒരു ശബ്ദവും. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. ആ ഓഫീസർ നിശബ്ദനായി എന്നെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹീ സൈഡ്. അല്പനേരത്തിന് ശേഷം അദ്ദേഹം നെടുവീർപ്പിട്ടു. ആൻഡ് മട്ടേർഡ്, എന്നിട്ട് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, ഓൾ ദ സെയിം യു ഷുഡിൻ സ്റ്റേ ഹിയർ. ഓ, ഇനി എന്തെല്ലാമായാലും യു ഷുഡിൻ സ്റ്റേ ഹിയർ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. ഞാൻ നിന്നെ ഈ പട്ടണത്തിന് പുറത്ത് ഏതെങ്കിലും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. യു വിൽ ബി സേഫർ ദെയർ. അവിടെ നീ സുരക്ഷിതനായിരിക്കും. ഐ ഷുക്ക് മൈ ഹെഡ്. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്. ഐ സെഡ് ഫാമിലി. ഞാൻ എൻ്റെ തലകുലിക്കൊണ്ടില്ല, പറ്റില്ല എന്നുള്ള രീതിയിൽ. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല. ഐ സെഡ് ഫാമിലി. വളരെ ദൃഢമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. അപ്പോൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായതെന്ത്, ദ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. ഈ റൂയിൻസ്, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ, ഈ അഴുക്കുകൾക്കിടയിൽ, ഈ പൊടിപടലം പിടിച്ച് കിടക്കുന്ന ഈ സ്റ്റോർ റൂമിനിടയിൽ ഞാനിങ്ങനെ ഒളിച്ചിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലായതപ്പോൾ മാത്രമാണ്. യു ആർ എ ജൂയിഷ്, ഹി ആസ്ക്ഡ്. നീ ഒരു ജൂതനാണല്ലേ? യെസ്, അതെ, യെസ്. വെൽ, ഹി മർമേർഡ്. ഓക്കെ, ആയിക്കോട്ടെ, അദ്ദേഹം പതിയെ സ്വരത്തിൽ പറഞ്ഞു. ഇൻ ദാറ്റ് കേസ് ഐ സി യു റിയലി കാൺ ലീവ്. അങ്ങനെ വരുമ്പം എനിക്ക് മനസ്സിലാവും നിനക്ക് ഉറപ്പായിട്ടും പോകാൻ കഴിയില്ല എന്ന്. ദെൻ വേർ ആർ യു ഹൈഡിങ്? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അപ്പം നമ്മുടെ ഓദർ പറഞ്ഞു, എഴുത്തുകാരൻ പറഞ്ഞു, ഇൻ ദ ആറ്റിക്, ഈ മച്ചിൻ്റെ മുകളിൽ. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. അപ്പോൾ പിന്നെ അദ്ദേഹം ആറ്റിക്, ആ മച്ചിൻപുറം, ആ തട്ടിൻപുറം ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് പരിശോധിച്ചു. ആൻഡ് ഡിസ്കവേർഡ്, എന്നിട്ട് കണ്ടുപിടിച്ചത് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ എന്തോ ഒന്ന് അദ്ദേഹം കണ്ടുപിടിച്ച്. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡിറക്റ്റ്ലി എബോവ് ദ എൻട്രൻസ് ടു ദി ആറ്റിക്. ആ ആറ്റിക്കിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ടുമുകളിലായിട്ട് ബോർഡ് കൊണ്ട്, പലക കൊണ്ടൊക്കെ അടിച്ച് ഒരു പ്രത്യേകതരം ലോഫ്റ്റ്, ഒരു അറ, സേഫായിട്ടുള്ള ഒരു പ്ലേസ് അദ്ദേഹം ഈ ആറ്റിക്കിനകത്ത് തന്നെ കണ്ടുപിടിച്ച്. ദ ഓഫീസർ സെറ്റ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നീ ഈ ലോഫ്റ്റിലിരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന്. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. പിന്നീട് ചോദിച്ചു, ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്, നിനക്ക് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാൻ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നോ ഐ സെറ്റ്, ഇല്ല, എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വെൽ, നെവർ മൈൻഡ്, കുഴപ്പമില്ല. ഹി ആഡഡ് ഹേസ്റ്റ്ലി, പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്, നിനക്ക് ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ, ആഹാരമൊക്കെ എത്തിക്കാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. അപ്പോൾ മാത്രമാണ് ഞാൻ ധൈര്യപ്പെട്ടത്, ഞാൻ ധൈര്യപ്പെട്ടത് എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. എനിക്ക് സ്വന്തമായിട്ടൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാണ്. ആർ യു ജർമ്മൻ? ആ സാറ് ജർമ്മനാണോ? ഹി ആൽമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ എജിറ്റേഷൻ. പെട്ടെന്നത് ദേഷ്യത്തോടൊരു മടിയോട്, അജിറ്റേഷനോട്, അല്പം നീരസത്തോട് തന്നെ പറഞ്ഞത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. അതായത് അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ആ ചോദ്യം തന്നെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടാണോ എന്ന് തോന്നുന്ന പോലെ. കാരണം ഈ ജർമ്മനിക്കാർ നിരപരാധികളെയും നിരാലംബരായിട്ടുള്ള എല്ലാവരെയും കൊന്നെടുക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു നാണക്കേട്, ഇത്രയും ഒരു പിന്നെ ഹീനമായ പ്രവൃത്തി ചെയ്യുന്ന രാജ്യത്തിൽപ്പെട്ട ഒരാളാണല്ലോ എന്നുള്ള ഒരു നാണക്കേട്. ആ ഒരു നാണക്കേടോട് തന്നെ അദ്ദേഹം പറഞ്ഞു, യെസ് ഐ ആം, അതെ, ഞാനൊരു ജർമ്മനിക്കാരനാണ്. ആൻഡ് അഷെയ്മഡ് ഓഫ് ഇറ്റ്, പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ ലജ്ജിക്കുന്നു. ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്, ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും പേരിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. അബ്രപ്റ്റ്ലി, പെട്ടെന്ന് ഹി ഷൂക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് എനിക്ക് എൻ്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നിട്ട് ലെഫ്റ്റ് അദ്ദേഹം പോയി. 3 days passed before he reappeared.
അപ്പോൾ വീണ്ടും അദ്ദേഹം അവിടെ തിരിച്ചെത്തുമ്പോഴത്തേനും 3 ദിവസങ്ങൾ കടന്നു പോയിരുന്നു. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. അപ്പോഴത്തേനും സന്ധ്യയായിരുന്നു. മാത്രമല്ല പിച്ച് ഡാർക്ക് കുറ്റാക്കുറ്റിട്ട് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. എൻ്റെ ഒളിത്താവളമായിട്ടുള്ള ആ ലോഫ്റ്റിൻ്റെ താഴെ നിന്ന് ഒരു പതിയ ശബ്ദത്തിൽ ഒരു ഹലോ ആർ യു ദെയർ, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ശബ്ദം വരുമ്പോഴേക്കും ശരിക്കും ഒരു കുറ്റാക്കുരി ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. സൂൺ ആഫ്റ്റർ വേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. അതിനുശേഷം പെട്ടെന്ന് എന്തോ വളരെ ഭാരമുള്ള എന്തോ എൻ്റെ അരികിലായിട്ട് വന്ന് പതിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. അപ്പോൾ ഞാനതിലേക്ക് ഇങ്ങനെ തടഞ്ഞു നോക്കിയപ്പം ഇരുട്ടല്ലേ, അപ്പം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ തടഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബ്രെഡും ജാമും ഒക്കെയാണ്. ലോഫ്സും ഇഷ്ടംപോലെ ബ്രെഡും, അതാ അത്രയും വലിയ വെയിറ്റുള്ള കൂടുതൽ എനിക്ക് കുറച്ച് ദിവസം കഴിക്കാൻ വേണ്ടി ബ്രെഡും ജാമും അതേപോലെ ഈ ജാമൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഗ്രീസ് പ്രൂഫ് പേപ്പർ. ഇത് നമ്മുടെ ചോറ് പൊതിയാൻ വേണ്ടി ഗ്രീസ് പ്രൂഫായിട്ടുള്ള ഒരു നനഞ്ഞു കഴിഞ്ഞാലും കേടുവരാത്ത രീതിയിലുള്ള സേഫായിട്ടുള്ള ഭക്ഷണം പൊതിയുന്ന പേപ്പറിൽ സുരക്ഷിതമായിട്ട് ബ്രെഡും ജാമും എല്ലാം പൊതിഞ്ഞ് ഇഷ്ടംപോലെ കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ് വെയിറ്റ് എ മൊമെൻറ്റ്. പെട്ടെന്ന് ഞാൻ ആ പൊതി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു വെയിറ്റ് എ മൊമെൻറ്റ് സർ, ഒരു നിമിഷം ഒന്ന് നിൽക്കണേ എന്ന് ഞാൻ പറഞ്ഞു. The voice in the dark sounded impatient. What's it? Hurry up. പെട്ടെന്ന് ഇരുട്ടത്ത് നിന്നുകൊണ്ട് വളരെ അക്ഷമനായിട്ട് ആ ഓഫീസർ പറഞ്ഞു വാട്ട്സ് ഇറ്റ്, എന്തോ ഇത്, പെട്ടെന്ന് പറയൂ എന്ന് പറഞ്ഞു. The God saw me coming here and I mustn't stay long. എന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗോഡ്സൊക്കെ അവിടെ ഈ കാവൽക്കാരായിട്ട് നിൽക്കുന്ന പട്ടാളക്കാർ, ജർമ്മൻ പട്ടാളക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആൻഡ് ഐ മസ്റ്റ്ന്റ് സ്റ്റേ ലോങ്, എനിക്കിത് കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. എന്തായാലും കുറച്ച് നാളുകൂടെ നീ ഇവിടെ തങ്ങ്. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, കുറച്ച് ആഴ്ചകൾ കൂടി ഇവിടെ തങ്ങ്. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ്. വസന്തകാലമൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പം നമ്മുടെ സ്പ്രിങ് സീസൺ വരികയാണ്. പെട്ടെന്ന് തന്നെ യുദ്ധമെല്ലാം അവസാനിക്കും അറ്റ് ദ ലേറ്റസ്റ്റ്. അതായത് സ്പ്രിങ് സീസൺ തുടക്കമാകുമ്പോഴത്തേന് കാര്യങ്ങളെല്ലാം ഒന്ന് നേരെയാവും, യുദ്ധമെല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞു. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. ശബ്ദം വളരെ നിശബ്ദമായി മാറി. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദെയർ. എനിക്കറിയില്ല ഓഫീസർ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, ഇനി അദ്ദേഹം അവിടെ നിന്ന് പോയോ. ബട്ട് സഡൻലി ഹീ സ്പോക്ക് അഗെയിൻ. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സംസാരിച്ചു. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ. നീ ഇവിടെ കുറച്ചാളോട് തങ്ങണേ, കേൾക്കുന്നുണ്ടോ, ഡു യു ഹിയർ, നീ കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത് എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, ആൽമോസ്റ്റ് ആസ് ഇഫ് ഹി വെയർ ഗിവിങ് ആൻ ഓർഡർ, convincing me of his unyielding belief that the war would end well for us. His voice sounded harsh. അദ്ദേഹത്തിൻ്റെ വോയിസ് ഒരുമാതിരി ഇച്ചിരി പരുഷമായിട്ട്, എന്നോട് വളരെ പരുഷമായിട്ട് സംസാരിക്കുന്നു. ആൽമോസ്റ്റ് ആസ് ഇഫ് ഹി വെയർ ഗിവിങ് ആൻ ഓർഡർ, എന്നോട് ആജ്ഞാപിക്കുന്ന പോലെ ഇച്ചിരി കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞു നീ ഇവിടെ നിൽക്കണമെന്ന്. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിങ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ്. എന്തായാലും യുദ്ധം അവസാനിക്കും എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു നീ ഇവിടെ തന്നെ നിൽക്കണേ എന്നുള്ള രീതിയിൽ തന്നെ ഇച്ചിരി ഹാർഷായിട്ട് എന്നോട്. അതും കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺഈൽഡിങ് ബിലീഫ്, അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണമായ വിശ്വാസം എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിച്ചത്. ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. നമുക്ക് വേണ്ടി ഇത് നല്ല രീതിയിൽ തന്നെ ഈ വാർ അവസാനിക്കും, നമുക്ക് ബുദ്ധിമുട്ടുകൾ നമുക്ക് കുഴപ്പങ്ങളൊന്നും വരാത്ത രീതിയിൽ ഉടൻ തന്നെ ഈ വാർ അവസാനിക്കും എന്ന രീതിയിൽ എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇച്ചിരി ഹാർഷായിട്ട് എന്നോട് പറഞ്ഞു. ഉള്ളി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വൈറ്റ് സൗണ്ട് ഓഫ് ദി ആറ്റിക് ഡോർ ക്ലോസിങ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ആറ്റിക്കിൻ്റെ ഡോർ, ആ തച്ചിൻപുറത്തിൻ്റെ ആ സ്റ്റോർ റൂമിൻ്റെ ഞാൻ ഒളിഞ്ഞിരിക്കുന്ന താവളത്തിൻ്റെ ആ ഡോർ പതുക്കെ അദ്ദേഹം അടച്ചിട്ട് പോകുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത്. അതും ഞാൻ സുരക്ഷിതനാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹം ആ ഡോർ പതുക്കെ അടച്ചിട്ട് പോയി. മൊണോട്ടണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്റ്റ് ബൈ. വിരസവും നിരാശാജനകവുമായ ആഴ്ചകൾ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. വളരെ കുറച്ചു മാത്രം ആർട്ടിലറി ഫയർ, തീ തുപ്പുന്ന വലിയ പീരങ്കികളുടെയും വലിയ മെഷീൻ ഗണ്ണുകളുടെയൊക്കെ വെടിയച്ചുകളൊക്കെ കുറഞ്ഞു വന്നു. ആർട്ടിലറി ഫയർ, അതായത് വലിയ വലിയ മെഷീൻ ഗണ്ണുകളുടെയൊക്കെ ഫയർ, തീ തുപ്പൽ കുറഞ്ഞു വന്നു. ദെയർ വെയർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. നമ്മുടെ ഈ നിശബ്ദതയെ കെടുത്തിക്കൊണ്ട് പലപ്പോഴും കൂടിരിക്കുമ്പം വെടിയച്ചുകൾ കേൾക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ നിശബ്ദതയെ കിരിമരിച്ചുകൊണ്ടുള്ള ഒരു വെടിയച്ച പോലും കേൾക്കാതെയായി. സോൾജിയേഴ്സ് വെൻറ്റ്
അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ്. പട്ടാളക്കാർ, സൈന്യം ഈ സ്റ്റെയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഓഫൺ, മിക്കപ്പോഴും ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ് ടു ദി ആറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. ഈ ആറ്റിക്കിലേക്ക് വലിയ പാക്കേജുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് താഴോട്ട് പോകുന്നു. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. പക്ഷേ എൻ്റെ ഒളിത്താവളം യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള ഒരു സെലക്ഷനായിരുന്നു. വെൽ ചോസൺ ആണ് ശരിക്കും. അത് യഥാർത്ഥത്തിൽ ആ ഓഫീസറാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവദൂതനെ പോലെ എനിക്ക് ഇത്തരം ഒരു ഒളിത്താവളം കണ്ടെത്തി എന്നെ സുരക്ഷിതനായിട്ട് ഇരുത്തിയത്. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഈ ലോഫ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ ഒരാൾ പോലും ഒരിക്കൽ പോലും ഒന്ന് ചിന്തിച്ചത് പോലും ഇല്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓൺ 12 ഡിസംബർ ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. പിന്നീട് ഒരു ഡിസംബർ 12-ാം തീയതിയാണ് ഈ ഓഫീസർ അവസാനമായി ഞാൻ ആ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. ഹി ബ്രോട്ട് മീ എ ലാർജസ്റ്റ് സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ ആൻഡ് വാം എയ്ത് ഡൗൺ. അദ്ദേഹം എനിക്ക് നേരത്തെ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ബ്രെഡും കൊണ്ടുവന്നു. ഒപ്പം തന്നെ ആൻഡ് വാം എയ്ത് ഡൗൺ. എയ്ത് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് കവറാണ്. ബെഡ് കവർ എന്ന് പറയുമ്പോൾ കിൽഡ് വിത്ത് സോഫ്റ്റ് ഫെതേഴ്സ്. അതായത് മെത്തയ്ക്ക് തുല്യമായിട്ട് മറ്റൊരു ബെഡിന് തുല്യമായിട്ടുള്ള ഒരു ബെഡ് കവർ. അത് അദ്ദേഹം അതുകൂടി എനിക്ക് കൊണ്ടു തന്നു. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിങ് വേഴ്സ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം ഈ വാഴ്സ വിടുകയാണ്, സ്ഥലം വിടുകയാണ് വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മിലിറ്ററി, അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള സൈന്യത്തിനോടൊപ്പം അദ്ദേഹം ഈ വാഴ്സ വിടുകയാണെന്നും ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ കൗണ്ട് ലോസ് ഹേർട്ട്. അതേപോലെ യാതൊരു വിധത്തിലും മാനസികമായിട്ട് തകർന്നു പോകരുത് എന്ന് ധൈര്യമായിട്ടിരിക്കണം എന്നൊരു ഒരു ധൈര്യം തന്നുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി. പക്ഷെ ഞാൻ വളരെ ആകാംക്ഷയോടെ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, പക്ഷേ ഞാൻ ഈ തെരുവ് യുദ്ധത്തെ ഞാൻ എങ്ങനെ അതിജീവിക്കും? ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫേർണോ ഫോർ ഓവർ 5 years. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാനും താങ്കളുമൊക്കെ ഈ ഹെല്ലിഷ് പ്ലേസ്, ഈ ഇൻഫേർണോ, ഈ നരകം പിടിച്ച സ്ഥലം ഓവർ 5 years, ഒരു 5 വർഷത്തിൽ കൂടുതൽ സഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലീവ്. ഇത് തീർച്ചയായിട്ടും സ്പഷ്ടമായിട്ട് ഒബ്വിയസ്ലി ദൈവഹിതമാണ്, ഗോഡ്സ് വില്ലാണ് ടു ലീവ്. നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കേണ്ടത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം. വി ഹാഡ് ഓൾറെഡി സെഡ് ഗുഡ് ബൈ ആൻഡ് ഹി വാസ് അബൌട്ട് ടു ഗോ. അങ്ങനെ ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു. അദ്ദേഹം പോകാനങ്ങോട്ട് തയ്യാറെടുക്കുമ്പോൾ ഹി വാസ് അബൌട്ട് ടു ഗോ വെൻ ഐഡിയ കെയിം ടു മീ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. ആ നിമിഷമാണ്, അവസാന നിമിഷം അദ്ദേഹം പോകാനിരിക്കുന്ന സമയത്താണ് ഒരാശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആൻ ഐഡിയ കം ടു മീ അറ്റ് ലാസ്റ്റ് മൊമെൻറ്റ്. I had long been racking my brains for some way of showing him my gratitude. യഥാർത്ഥത്തിൽ ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻസ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തലപുകഞ്ഞ് ഈ റാക്കിംഗ് മൈ ബ്രെയിൻ ഫോർ എന്തിനു വേണ്ടിയാണെന്നറിയോ? ഫോർ സം വേ ഓഫ് ഷോവിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അദ്ദേഹത്തിനോട് ഉള്ള എൻ്റെ നന്ദി ഏതെങ്കിലും രീതിയിലൊന്ന് കാണിക്കണം എന്ന് അതെങ്ങനെ കാണിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് തലപുകഞ്ഞാലോചിക്കുകയാണ് റാക്കിംഗ് മൈ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം റാക്കിംഗ് വൺസ് ബ്രെയിൻ എന്ന് പറഞ്ഞ അർത്ഥം തലപുകഞ്ഞാലോചിക്കുക. അപ്പം ഇവിടെ ഞാനത് എങ്ങനെ അദ്ദേഹത്തോട് എൻ്റെ നന്ദി കാട്ടും എന്ന് തലപുകഞ്ഞാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻറ്റ്ലി. വളരെ അടുപ്പമുള്ള, വളരെ സ്നേഹിതനോട് എന്ന രീതിയിൽ ഞാൻ ആ ഓഫീസറിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഐ ടുക്ക് ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു, ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻറ്റ്ലി. വളരെ അത്യാവശ്യമായിട്ട് ഞാൻ പറയാൻ, ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഞാനൊരിക്കലും എൻ്റെ പേര് അങ്ങോട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. യു ഡിഡ്ന്റ് ആസ്ക് മീ, അങ്ങ് ചോദിച്ചിട്ടുമില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷേ ഞാൻ അങ്ങോട്ട് ഇത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹു നോസ് വാട്ട് മേ ഹാപ്പൻ. ആർക്കറിയാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹു. താങ്കൾക്ക് ഇനി ഒരു വീട്ടിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട്. താങ്കളുടെ നാട്ടിലേക്കൊക്കെ പോകണം തിരിച്ച്. ഇഫ് ഐ സർവൈവ്, ഞാൻ ഈ ഒളിവാസമൊക്കെ അതിജീവിച്ച് ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ, സർവൈവ് ചെയ്താൽ, ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ തീർച്ചയായിട്ടും വീണ്ടും പോളിഷ് റേഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. അപ്പം ഞാൻ അറിയാമല്ലോ, ഞാനൊരു പോളിഷ് റേഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഈ ഒരു ഒളിത്താവളത്തിൽ എൻ്റെ ഈ ഒരു ഒളിവാസം അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് ജീവനോടെ ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പോളിഷ് റേഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഐ വാസ് ദെയർ ബിഫോർ ദ വാർ. ഈ യുദ്ധത്തിന് മുമ്പ് ഞാൻ അവിടെ ആയിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, ഇനി താങ്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ, അപ്പോൾ എനിക്ക് സഹായിക്കാൻ കഴിയും എങ്കിൽ, എനിവേ ഏതെങ്കിലും രീതിയിൽ, റിമെമ്പർ മൈ നെയിം, എൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, സ്പിൽമാൻ. എൻ്റെ പേര് സ്പിൽമാൻ.
പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്നയാൾ. ഹീ സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം അത് കേട്ടിട്ട് ഒരു സാധാരണ പോലെ ചിരിച്ചു. ഹാഫ് ഷൈ ആൻഡ് എംബാരസ്ഡ്, പകുതി ഒരു ചമ്മലോടെയും അതേപോലെ തന്നെ അല്പം എളിഭ്യനായും. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൻ ഹിം പ്രഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഈ ഒരു ഉറപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തിന് എൻ്റെ മനസ്സിലുണ്ടായ ആ നെയ്വ് വിഷ്, നിഷ്കളങ്കമായ ആഗ്രഹം, അദ്ദേഹത്തെ ടു ഹെൽപ്പ് ഹിം, അദ്ദേഹത്തെ സഹായിക്കാനുള്ള ആ നിഷ്കളങ്കമായ ആഗ്രഹം അദ്ദേഹത്തെ അറിയിച്ചത് അദ്ദേഹത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സന്തോഷം ഉളവാക്കിയിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. ആ വർഷത്തെ ആദ്യത്തെ ശക്തമായ മഞ്ഞുവീഴ്ച എത്തിയത് ഡിസംബറിൻ്റെ മധ്യത്തോടെയായിരുന്നു. ക്രിസ്മസും എത്തി. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, 1945 എന്ന പുതുവർഷവും എത്തി. ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഓഫ് ദ വാർ. യുദ്ധം തുടങ്ങിയിട്ടുള്ള 6ാമത്തെ ക്രിസ്മസ് സെലിബ്രേഷനും അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ സെലിബ്രേഷനും. ആൻഡ് ദ വേസ്റ്റ് ഐ ഹാഡ് നോൺ. ഞാൻ ആസ്വദിച്ചിട്ടുള്ള പുതുവർഷത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും മോശമായ, ഒരുപക്ഷെ ദുരന്തമായി തീർന്ന ക്രിസ്മസ് ആയിരുന്നു അത്. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ സ്റ്റോമി വിൻഡും ലിസൺ ചെയ്തുകൊണ്ട് ഞാനങ്ങനെ ആ ഇരുട്ടത്ത് കിടന്നു. ആ ശക്തമായ കാറ്റും ശ്രദ്ധിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഐ lay in the dark listening to the stormy wind. I heard the squeaking and rustling of rats and mice running back and forth in the attic. പിന്നെ ഞാൻ കേൾക്കുകയാണ്, I heard the squeaking and rustling of rats and mice running back and forth in the attic. ഈ ആറ്റിക്കിൽ ഈ മച്ചിൽ കിടന്ന് എലിയും ചുണ്ടലികളും പന്നിയലികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്ന് ഓടുന്നതിൻ്റെയും അതുകൊണ്ട് കിടന്ന് അവ ശബ്ദമുണ്ടാക്കുന്നതിൻ്റെ സ്ക്യൂക്കിങ്ങിൻ്റെയും അതേപോലെ തന്നെ അവയുടെ ഈ റസ്ലിങ്, അവരുടെ കരച്ചിലുകളും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് അറിയാമല്ലോ. ഈ ഒരു തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ തോന്നും. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ട് അതെനിക്കൊരു ശീലമായി തീർന്നു. മച്ചിൽ താമസിക്കുകയാണ്, അപ്പം ഒളിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ. അതും കേട്ടുകൊണ്ട് ഞാനങ്ങനെ ആ സ്റ്റോമി വിന്നും ശ്രദ്ധിച്ചുകൊണ്ട് ഞാനവിടെ കിടന്നു. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവ്രി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. എൻ്റെ മനസ്സിലങ്ങനെ ഓരോ ക്രിസ്മസുകളും ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ, ഈ യുദ്ധസമയത്തെയും അതേപോലെ അതിന് മുമ്പത്തെയുള്ള ഒരുപാട് ക്രിസ്മസുകളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പേരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. തുടക്കത്തിൽ ഈ ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് ചിന്തിച്ചതാണ്. ആദ്യമൊക്കെ ഐ ഹാഡ് എ ഹോം, എനിക്കൊരു വീടുണ്ടായിരുന്നു, പേരൻസ് രക്ഷകർത്താക്കളുണ്ടായിരുന്നു, 2 sisters 2 സഹോദരിമാരുണ്ടായിരുന്നു, ആൻഡ് എ ബ്രദർ ഒരു സഹോദരനൊക്കെ ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ. പിന്നീട് ആദ്യം നഷ്ടപ്പെടുന്ന വീടാണ്, ഞങ്ങൾക്ക് പിന്നെ വീടില്ല. ബട്ട് വി വേർ ടുഗദർ. പക്ഷേ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു, വീടില്ലാതായിട്ട് പോലും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ലേറ്റർ പിന്നീട് ഐ വാസ് അലോൺ, ഞാൻ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പിന്നീട് എൻ്റെ ബന്ധുക്കളും എൻ്റെ പേരൻസും എൻ്റെ ബ്രദേഴ്സും എൻ്റെ ബ്രദറും സിസ്റ്റേഴ്സും ഒന്നും തന്നെ ഇല്ല. പിന്നെ എനിക്ക് ചുറ്റും കുറേ ആൾക്കാർ മാത്രം. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഏകനാണ്. ഐ സപ്പോസ്ഡ്, ഞാൻ ചിന്തിച്ചു പോയി എന്താണ്, ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ഐ വാസ് ലോൺലിയർ ദാൻ എനിവൺ എൽസ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് മറ്റാരേക്കാളും ഏകാന്തത അനുഭവിക്കുന്ന ഏകനായിട്ടുള്ള വ്യക്തി ഞാനാണെന്ന് ഞാൻ ആലോചിച്ചു, ഞാൻ ചിന്തിച്ചു. ഐ സപ്പോസ്ഡ് ഐ ഹാഡ് ടു ബി അലോൺ. അതെ, ഇനി എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ആവണം, എൻറ്റയർലി ആവണം, പൂർണ്ണമായും ഒറ്റപ്പെട്ട്. ഇഫ് ഐ വാണ്ടഡ് ടു ലീവ്, ഞാനിനി ജീവിക്കണമെങ്കിൽ ഈ ഒറ്റയാനായിട്ട് അല്ലെങ്കിൽ ഏകനായിട്ടാണല്ലോ, അപ്പോൾ ഇതിനോട് എനിക്ക് പൊരുത്തപ്പെട്ടേ പറ്റൂ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇനി ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ്, അതിനോട് എനിക്ക് പൊരുത്തപ്പെട്ടതായിട്ട് ഐ ഹാഡ് ടു ബി അലോൺ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ തുടർന്ന് പോകണം, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലീവ്. ഇനി എനിക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് എനിക്ക് മുന്നോട്ട് പോകണം. ഓൺ 14th January unusual noises in the building and the street outside woke me. അങ്ങനെ പിന്നീട് ജനുവരി 14 ആയപ്പോഴേക്കും അൺയൂഷ്വൽ നോയ്സസ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്. ബിൽഡിങ്ങിലും അതുപോലെ തന്നെ പുറത്തെ തെരുവിലുമൊക്കെ തന്നെ വളരെ അസാധാരണമായ ശബ്ദവും ഒക്കെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. സോൾജിയേഴ്സ് ആർ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ് ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ്. സോൾജിയേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ. അതേപോലെ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ തന്നെ ഇങ്ങനെ ഓടുകയാണ് ദ സ്റ്റേഴ്സ്, പടികളിലൂടെ. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. അതേപോലെ എനിക്ക് മനസ്സിലായി, ഞാൻ കേട്ടു പ്രക്ഷുബ്ധമായ, അജിറ്റേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നെർവസ് ആയിട്ടുള്ള, വൈകാരികമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടു. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15th January, പിറ്റേന്ന് ജനുവരി 15 അതിരാവിലെ തന്നെ ദ സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദ പ്രീവിയസ്ലി സൈലൻറ്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. നേരത്തെ നിശബ്ദമായിരുന്നിടത്ത് നിന്നും ആർട്ടിലറി, വലിയ എന്താ പറയുക, മെഷീൻ ഗണ്ണുകളുടെയും ഇരങ്കിയുടെയും ഒക്കെ തന്നെ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ദ ഗ്രൗണ്ട്
ആൻഡ് ദ വേൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷൂക്ക് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഡൾ തണ്ടർ. ഈ കെട്ടിടത്തിൻ്റെ ഭിത്തികൾ, വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷൂക്ക് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഡൾ തണ്ടർ, തുടർച്ചയായിട്ടുള്ള ഇടിയൊച്ചയും വിരങ്കികളൊക്കെ ഇങ്ങനെ ഫയർ ചെയ്തപ്പോഴത്തേന് ഇപ്പോൾ ഭിത്തികൾ തന്നെ കുലുങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. 3 hours later the heavy artillery fire died down again. പിന്നീട് 3 മണിക്കൂറിന് ശേഷം ഈ വലിയ പീരങ്കിയുടെയും മറ്റ് വലിയ മെഷീൻ ഗണ്ണിൻ്റെയൊക്കെ വെടിയൊച്ചകളൊക്കെ നിലച്ചു. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. പക്ഷേ ഞാൻ അപ്പോഴും നേരത്തിനേക്കാൾ കൂടുതൽ, കാരണം ഭിത്തിയെല്ലാം കുലുങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒളിച്ചിരിക്കുന്ന ബിൽഡിങ് കംപ്ലീറ്റ് പീരങ്കിയും വെടിയൊച്ചയും എല്ലാം. അപ്പോൾ അത് ശരിക്കും ഞാൻ നേരത്തിനേക്കാൾ കൂടുതൽ പേടിയായി, എനിക്ക് നെർവസായി. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ഞാൻ ആ രാത്രിയിൽ ഉറങ്ങിയതേയില്ല. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ്. എനിക്കറിയാമായിരുന്നു ഇനി ഈ തെരുവ് യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാം. ആൻഡ് ഐ കുഡ് ബി കിൽഡ്. ഞാൻ ഉറപ്പായിട്ടും കൊല്ലപ്പെടും എന്ന് ഞാൻ ഭയന്നു. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. എന്നിരുന്നാലും രാത്രി വളരെ സമാധാനപരമായി കടന്നുപോയി. അറൗണ്ട് 1 o'clock, ഏകദേശം 1 മണിയായപ്പോഴേക്കും ഐ ഹേർഡ് ദ റിമൈനിങ് ജർമ്മൻസ് ലീവിങ് ദ ബിൽഡിംഗ്. ഞാൻ കേട്ടു ബാക്കിയുള്ള റിമൈനിങ് ഉള്ള ജർമ്മൻസൊക്കെ ഈ ബിൽഡിംഗ് വിടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. സൈലൻസ് വെൽ. എങ്ങും നിശബ്ദത പതിച്ചു. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദി ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിന് പുറത്ത് ഈ സൈനികരുടെ, പട്ടാളക്കാരുടെ, ഗാർഡ്സിൻ്റെ സ്റ്റെപ്സ്, കാൽപാദത്തിൻ്റെ ശബ്ദം, കാലച്ച് ഒന്നും തന്നെ കേൾക്കുന്നതേയില്ല. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ. അവരുടെ ആരുടെയും ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. നോട്ട് അണ്ടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റിസോണ്ട് നോയിസ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹേർഡ് എക്സ്പെക്റ്റഡ്. പൂർണ്ണമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം വളരെ രാവിലെ തന്നെ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ശബ്ദം കാതുകളിലേക്ക് വന്ന് അത് ഞാൻ ഏറെ പ്രതീക്ഷിച്ചതായിരുന്നു. റെസോണൻ്റ് നോയിസ്, പ്രകമ്പനം കൊള്ളിക്കുന്ന, കാതുകളിലേക്ക് ഒരുപക്ഷെ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന തരത്തിൽ എക്കോയിങ് ആയിട്ട് കടന്നു വന്ന ആ ശബ്ദം ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവെയർ നിയർ ബൈ വെയർ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് ഇൻ പോളിഷ്. ഞാൻ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അടുത്തെവിടെയോ സ്ഥാപിച്ചിരുന്ന റേഡിയോ ലൗഡ് സ്പീക്കറുകളിൽ നിന്ന് ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന ആ അനൗൺസ്മെൻറ്റ് പോളിഷ് ലാംഗ്വേജിൽ വരുന്നു. ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാഴ്സ. ജർമ്മനിയുടെ പരാജയത്തെപ്പറ്റിയും അതുപോലെ തന്നെ വാഴ്സയുടെ മോചനത്തെപ്പറ്റിയും പ്രകമ്പനം കൊള്ളിക്കുന്ന, കാതിൽ കുളിര് കോരിക്കുന്ന ആ അനൗൺസ്മെൻറ്റ് ആയിരുന്നു അത്. ദ ജർമ്മൻസ് ഹാഡ് വിത്ഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. ഒരു പോരാട്ടം നടത്താതെ ജർമ്മൻകാരിത പിൻവാങ്ങിയിരിക്കുന്നു. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്, പെട്ടെന്ന് തന്നെ വെളിച്ചം വന്നു തുടങ്ങിയപ്പോഴേക്കും ഐ പ്രിപ്പയർഡ് ഫിവറിഷ്യലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. ഞാൻ വളരെ വളരെ എളുപ്പത്തിൽ, തിടുക്കത്തിൽ തന്നെ പ്രിപ്പയർഡ് ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. എൻ്റെ പുറത്തേക്ക് വരാനുള്ള ആദ്യത്തെ വെഞ്ചർ, എൻ്റെ ശ്രമം ഞാൻ നടത്തി. ഒരു റിസ്ക് ഞാൻ ഏറ്റെടുത്തു. മൈ ഓഫീസർ ഹാഡ് ലിഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. എൻ്റെ ആ ജർമ്മൻ ഓഫീസർ എനിക്കൊരു മിലിറ്ററി ഓവർകോട്ട് തന്നിരുന്നു. ടു കീപ് മീ ഫ്രം ഫ്രീസിങ്, തണുപ്പിൽ നിന്ന്, ഈ കൊടും ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എനിക്കൊരു ഓവർകോട്ട് തന്നിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ. ഞാനിത് ഓൾറെഡി അതങ്ങ് ധരിച്ചിരുന്നു. വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമിക് ഫുട് സ്റ്റെപ്സ് ഓഫ് ഗോഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. പെട്ടെന്ന് പുറത്ത് റോഡിൽ വീണ്ടും സേന കൂട്ടത്തോടെ ഇങ്ങനെ മാർച്ച് ചെയ്യുന്ന എൻ്റെ ഒരു ഫുട് സ്റ്റെപ്സ്, ഗോഡ്സിൻ്റെ മാർച്ചിങ്, കൂട്ടത്തോടെ അവർ വരുന്നതായിട്ടുള്ള ശബ്ദം ഞാൻ കേട്ടു. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിഡ്രോൺ ദെൻ? അപ്പോൾ സോവിയറ്റിൻ്റെയും പോളിഷിൻ്റെ സേന ഇതുവരെ പിൻവാങ്ങിയിട്ടില്ലേ? ഐ സാങ്ക് ഓൺ മൈ മാട്രസ് utterly dejected and lay there until something new came to my ears, the voices of women and children. Utterly dejected, തീർത്തും നിരാശനായിട്ട് ഐ സാങ്ക് ഓൺ മൈ മാട്രസ്, ഞാൻ ആ ബെഡിലേക്ക് വീണ്ടും കമിഴ്ന്ന് കിടന്നു. ആൻഡ് ലേ ദെയർ അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്, പുതിയതായിട്ട് ഉള്ള എന്തോ കാര്യങ്ങൾ എൻ്റെ ചെവിയിലേക്ക് വരുന്നതിന് വരെ ഞാനവിടെ കമിഴ്ന്ന് കിടന്നു. എന്തായിരുന്നു ആ പുതിയതായിട്ടുള്ള ശബ്ദം? ദ വോയിസസ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം. അറ്റ് ഓൾ കോസ്റ്റ്സ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ, ഏത് വിധേനയും എനിക്ക് വിവരം ലഭിച്ചേ പറ്റുമായിരുന്നു. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓടി താഴത്തെ നിലയിലെത്തിയിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ വാതിൽ തുറന്ന് തല വെളിയിലേക്കിട്ട് പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്, വല്ലാതെ ഇരുണ്ടടഞ്ഞ മഞ്ഞ് മൂടിയൊരു പ്രഭാതമായിരുന്നു അത്. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ എവേ, സ്റ്റുഡ് എ വുമൺ സോൾജിയർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. ടു മൈ ലെഫ്റ്റ്, എൻ്റെ ഇടത് ഭാഗത്തായിട്ട്, നോട്ട് ഫാർ എവേ, അധികം ദൂരെ അല്ലാതെ, സ്റ്റുഡ് എ വുമൺ സോൾജിയർ ഇൻ യൂണിഫോമിൽ ഒരു
വുമൺ സോൾജിയർ, ഒരു സ്ത്രീ സൈനിക അവിടെ നിന്നിരുന്നു. ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. പക്ഷേ അതെനിക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ ഇത്രയും ദൂരത്തിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരുന്നു. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം എ റൈറ്റ്. ഒരു സ്ത്രീ, പിറകിൽ ഭാണ്ഡവും പേറിയ ഒരു സ്ത്രീ വലത് ഭാഗത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നു, എന്നെ സമീപിക്കുന്നു. വെൻ ഷീ കെയിം ക്ലോസർ, അവൾ അടുത്തെത്തിയപ്പോഴേക്കും ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ടു ഹെർ. ഞാൻ അവളോട് സംസാരിക്കുവാനായി തുടങ്ങി. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്. ഹലോ എന്ന് ഞാൻ വളരെ ഒരു പതിയ ശബ്ദത്തിൽ അവളെ വിളിച്ചു. ബെക്കിനി ഹെർ ഓവർ, എന്നിട്ട് അവളെ മാടി വിളിച്ചു, ആംഗ്യ ഭാഷയിൽ കൈകാട്ടി വിളിച്ചു. ഷീ സ്റ്റേഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമ്മൻ. ഷീ സ്റ്റേഡ് അറ്റ് മീ, അവളെന്നെ പേടിച്ച് എന്നെ തുറിച്ചു നോക്കി. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ, അവളുടെ ബണ്ടിൽ പെട്ടെന്ന് അവൾ താഴെ ഇട്ടു. ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമ്മൻ എന്ന് വിളിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞ് സർവ്വശക്തി എടുത്ത് ടുക്ക് ടു ഹെർ ഹീൽസ്, സർവ്വശക്തി എടുത്ത് ഓടുക. ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ്, ഒരു അലർച്ചയോടെ എ ജർമ്മൻ എന്ന അലർച്ചയോടെ അവൾ പെട്ടെന്ന് ഓടി. ഇമ്മീഡിയറ്റ്ലി ദ ഗോഡ് ടേൺഡ്, പെട്ടെന്ന് സൈനിക വേഷത്തിൽ നിന്ന് സ്ത്രീ തിരിഞ്ഞു. സ്വാമി അവളെന്നെ കണ്ടു, എയിംഡ്, എന്നെ ലക്ഷ്യം വെച്ചു. ആൻഡ് ഫൈഡ് ഹെർ മെഷീൻ പിസ്റ്റൾ, പെട്ടെന്ന് അവൾ തേക്കൊടുത്ത് എന്നെ വെടിവെക്കാൻ തുടങ്ങി. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ, എന്തായാലും അത്ര ഉന്നമില്ലാഞ്ഞിട്ടായിരിക്കും, എന്തായാലും ബുള്ളറ്റ്സ് അവൻ നെഞ്ചിൽ പതിച്ചില്ല, ഭിത്തിയിലാണ് തറച്ചത്. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, പിന്നെ ചിന്തിക്കാതെ ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റേഴ്സ്, ഞാൻ കോവിണിപ്പടികളിലൂടെ ഓടി. ആൻഡ് ടുക്ക് റെഫ്യൂഗ് ഇൻ ദ ആറ്റിക്, ഓടി വന്ന് വീണ്ടും എൻ്റെ ആറ്റിക്കിലേക്ക് അഭയം പ്രാപിച്ചു. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, അല്പസമയത്തിന് ശേഷം ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ, എൻ്റെ ആ ചെറിയ ജനാലയുടെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്, ഞാൻ കണ്ടു ആ ബിൽഡിംഗ് മുഴുവൻ ഇതാ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഐ ഹേർഡ് സോൾജിയേഴ്സ് കാളിംഗ് ടു ഈച്ച് അതർ, ഞാൻ കേട്ടു സൈനികരെല്ലാം പരസ്പരം വിളിക്കുകയാണ്. ആൻഡ് ദെൻ ദ സൗണ്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോഡിങ് ഹാൻഡ് ഗ്രനേഡ്സ്, പെട്ടെന്ന് ഭയങ്കരമായ വെടിവെച്ചുകളും ഗ്രനേഡ്സൊക്കെ വറക്കി എറിയുകയാണ്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്, ഈ സമയത്ത് എൻ്റെ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ തിരിച്ചും ഭ്രാന്തമായിപ്പോയി, അബ്സേർഡായിപ്പോയി. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ലിബറേറ്റഡ് വാഴ്സ, സ്വതന്ത്രമാകാൻ പോകുന്ന വാഴ്സയിൽ എൻ്റെ സ്വന്തം പോളിഷ് സോൾജേഴ്സിനാൽ, അതായത് പോളിഷ് സൈനികരാൽ ഞാനിതാ കൊല്ലപ്പെടാൻ പോകുന്നു. ഓൺ ദ വെരി വെർജ് ഓഫ് ദ ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്രയും നാൾ പിടിച്ചു നിന്ന് ഒളിത്താവളത്തിലൊക്കെ തങ്ങി എങ്ങനെ രക്ഷപ്പെടാൻ ഭാവിച്ച് എൻ്റെ വക്കിൽ, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വെർജിൽ വെച്ചിതാ ഞാൻ പോളിഷ് എൻ്റെ സ്വന്തം സൈനികരാൽ കൊല്ലപ്പെടാൻ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഫിവറിഷ്യലി, പേടിച്ചുകൊണ്ട് I began to wonder how could I make them realize that I was Polish before they dispatched me to the next world as a German in hiding. I began to wonder, ഞാൻ ആലോചിക്കാൻ തുടങ്ങി, how could I make them realize, എനിക്ക് എങ്ങനെ അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും that I was Polish, ഞാനൊരു പോളിഷ് ആയിരുന്നു എന്നുള്ള കാര്യം എങ്ങനെ അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും before they dispatched me to the next world, അവരെന്നെ പരലോകത്തേക്ക് പറഞ്ഞയക്കും മുമ്പ് ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്, ഒളിച്ചിരിക്കുന്ന ഒരു ജർമ്മനാണെന്ന് തെറ്റിദ്ധരിച്ചവരെന്നെ പരലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് എനിക്കിവരെ ബോധ്യപ്പെടുത്തിയേ പറ്റും. പക്ഷേ എങ്ങനെ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റേഴ്സ് ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. ഞാൻ താഴേക്ക് പടികൾ ഇറങ്ങി വന്നു, ആ അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു, ഷൗട്ടിങ്, ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് ആസ് ലൗഡ് ആസ് ഐ കുഡ്, എനിക്ക് കഴിയാവുന്ന അത്ര ശക്തിയിൽ, ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഡോണ്ട് ഷൂട്ട്, കൊല്ലരുത്, വെടിവെക്കരുത്, ഐ ആം പോളിഷ്, ഞാൻ പോളിഷാണ്, ഡോണ്ട് ഷൂട്ട്, എന്നെ വെടിവെക്കരുത്, ഞാൻ പോളിഷാണെന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദ സ്റ്റേഴ്സ്, വേഗത്തിൽ പടികൾ കയറി വരുന്ന കാലച്ചുകൾ ഞാൻ കേട്ടു. ദ ഫിഗർ ഓഫ് യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ് കെയിം ഇൻ ടു വ്യൂ. നോക്കിയപ്പോൾ ഇതാ ഒരു യങ് ഓഫീസർ, ചെറുപ്പക്കാരനായ ഒരു പോളിഷ് യൂണിഫോം ധരിച്ച ഒരു ഓഫീസർ വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്, അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഈഗിളിൻ്റെ ചിഹ്നമൊക്കെ വെച്ച് കെയിം ഇൻ ടു വ്യൂ, എൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നു, കാണപ്പെട്ടു. ഹി പോയിൻറ്റഡ് പിസ്റ്റൾ അറ്റ് മീ, എന്നെ നേർക്ക് തോക്ക് ചൂണ്ടി. ആൻഡ് ഷൗട്ടഡ്, എന്നിട്ട് പറഞ്ഞു, ഹാൻഡ്സ് അപ്പ്. ഐ റിപ്പീറ്റഡ് മൈ കൈ ഓഫ് ഡോണ്ട് ഷൂട്ട്, വെടിവെക്കരുതെന്ന് ഞാൻ ആവർത്തിച്ചു. വീണ്ടും കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞു, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്, ഞാൻ പോളിഷാണ്. ദ ലെഫ്റ്റനൻറ്റ് വെൻറ്റ് റെഡ് വിത്ത് ഫ്യൂരി, അന്നേരം ഇത് കേട്ടപ്പോൾ കലി കയറി. ലെഫ്റ്റനൻറ്റ്, ഈ യങ് ഓഫീസർ, ആ പട്ടാള ഓഫീസർക്ക് വെൻ റെഡ് വിത്ത് ഫ്യൂരി, ദേഷ്യം കൊണ്ട് കലി കയറി. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ, ഹി റോട്ട്, പിന്നെന്താ ദൈവത്തെ പോലും നിനക്ക് താഴെ വന്നൂടെ. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ജർമ്മൻ ഗോഡ്സ്,
പിന്നെ എന്തോ നീ ഈ ജർമ്മൻ കോട്ടിൽ ഈ ജർമ്മൻകാരുടെ അല്ല കോട്ടും ധരിച്ച് നീ എന്തോ ഈ കാണിക്കുന്നത് ഇവിടെ? ഉള്ളി വെൻ ദ സോൾജിയേഴ്സ് ഹാഡ് ടേക്കൻ എ ക്ലോസർ ലുക്ക് അറ്റ് മീ. അപ്പോൾ മാത്രമാണ് എന്നെ അവർ അങ്ങനെ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പോളിഷാണെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ സൂക്ഷിച്ച് എന്നെ അടുത്തു നോക്കി. ആൻഡ് റിവ്യൂ ചെയ്ത് ദ സിറ്റുവേഷൻ. അവർക്ക് സാഹചര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് ഇൻ ജർമ്മൻ. അതെ, ഞാൻ ജർമ്മനായിരുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ പിന്നീട് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എന്നെ കൊണ്ടുവന്ന് തീരുമാനിച്ചു. സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ. അങ്ങനെ അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ വെച്ച് എനിക്ക് കുളിക്കാം, ആൻഡ് ഹാവ് എ മീൽ, ഭക്ഷണം കഴിക്കാം. ആഫ്റ്റർ 2 weeks, 2 ആഴ്ചയ്ക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററിക്കാരനെ നല്ല രീതിയിൽ പരിചരിച്ച് ശ്രദ്ധിച്ചതിന് ശേഷം, ഐ വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. ഞാൻ ആ സ്ട്രീറ്റ്സിലൂടെ നടന്നു. ഓഫ് വാഴ്സയുടെ തെരുവുകളിലൂടെ, വിത്തൗട്ട് ഫിയർ, യാതൊരു പേടിയുമില്ലാതെ, ഫ്രീ മാൻ, സ്വന്തനായ മനുഷ്യനായിട്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ആൾമോസ്റ്റ് 6 years, 6 വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്രനായ ഒരു മനുഷ്യനായ, ഒരു പോലീസുകാരനായ സ്വാതന്ത്ര്യത്തോടെ വാഴ്സയുടെ മണ്ണിലൂടെ, സ്വന്തം മണ്ണിലൂടെ ഞാൻ പേടി കൂടാതെ നടന്നു. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി. ഞാൻ എന്നിട്ട് ആ സിറ്റിയുടെ വടക്കേറ്റ ഭാഗത്ത്, വേർ ദ ഗെറ്റോ ഹാഡ് ബീൻ, അവിടെ ഗെറ്റോ, നമ്മുടെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പ്, പോലീസുകാരെ എല്ലാം കൂട്ടത്തോടെ കൊന്നൊടുക്കിയ ആ ഭാഗത്ത്, വേർ 500,000 Jews ഹാഡ് ബീൻ മർഡേഡ്, എവിടെയാണോ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത്, ഞാൻ ആ ഗേറ്റോയിലേക്ക് നോക്കി. ദെർ വാസ് നത്തിങ് ലെഫ്റ്റ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഒന്നും ആരുമില്ല അവിടെ, എല്ലാവരും കൊല്ലപ്പെട്ടു. ടുമാറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. ഇപ്പോൾ ആ ഗേറ്റോ, അത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകളോ ഗ്യാസ് കയറ്റിക്കൊല്ലുന്ന സ്ഥലങ്ങളോ ഒന്നുമില്ല, എല്ലാം മാറി. ഞാൻ ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. ഇനി നാളെ മുതൽ എനിക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കണം. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. ആകെ മറ്റൊന്നുമില്ല, പിന്നിൽ മരണം മാത്രം. ഐ വെൻറ്റ് ഓൺ മൈ വേ. അങ്ങനെ ഞാൻ എൻ്റെ ഇനി എന്താണ്, ഇനി എനിക്ക് മരണം വരെ ആ ഒരു ചിന്തയിൽ ഐ വെൻറ്റ് ഓൺ മൈ വേ. ഞാനിങ്ങനെ മുന്നോട്ട് നടന്നു. So my dear learners, this is all for the video today. So I think all of you like this video. If you like this video, don't forget to share this video with somebody whom you think can be benefited from this video. If you are not yet subscribed to this channel, don't forget to subscribe it. Then only you will get all the notifications whenever I post a video for you. So I will be back with another such amazing video. Till then, bye bye.